നമസ്കാരം, എല്ലാവർക്കും എൻ്റെ യൂട്യൂബ് ചാനലിലേക്ക് സ്വാഗതം. ഞാൻ ഇന്ന് ചെയ്യാൻ പോകുന്ന റീഡിംഗ് നിങ്ങളോട് ചെയ്തിട്ടുള്ള കർമ്മങ്ങൾക്ക്, ഈ വ്യക്തി നിങ്ങളോട് ചെയ്തിട്ടുള്ള കർമ്മങ്ങൾക്ക് ഈ വ്യക്തിക്ക് എന്ത് ഫലമാണ് കിട്ടാൻ പോകുന്നത്, അതാണ് നമ്മൾ നോക്കുന്നത്. ജനറൽ റീഡിംഗ് ആണ്, എല്ലാവർക്കും റെസനേറ്റ് ചെയ്യില്ല. എത്രത്തോളം റെസനേറ്റ് ചെയ്താലും ഈ ഒരു ജനറൽ റീഡിംഗ് വെച്ച് നിങ്ങൾ ഒരു തീരുമാനങ്ങളും നിങ്ങളുടെ ജീവിതത്തിൽ എടുക്കാൻ പാടുള്ളതല്ല കേട്ടോ. കാരണം ഇത് ജനറൽ റീഡിംഗ് ആണ്. പേഴ്സണൽ റീഡിംഗ് ആകുമ്പോൾ മാത്രമേ നിങ്ങൾക്ക് അത് നിങ്ങളുടെ റീഡിംഗ് ആണെന്ന് 100% കൺഫേം ചെയ്യാൻ പറ്റുള്ളൂ കേട്ടോ. അപ്പോ ഞാൻ റീഡിംഗിലേക്ക് പോവാണ്. ആദ്യം നമുക്ക് ഓറക്കൽ മെസ്സേജ് നോക്കാം. ഭഗവാനെ ഓം നമ ശിവായ, 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 ഓം നമ ശിവായ. അപ്പോ ഈ നിങ്ങളുടെ ഈ ബന്ധത്തിനെ കുറിച്ചിട്ട് എന്താണ് നിങ്ങൾ അറിയേണ്ടത്, അതാണ് ഭഗവാൻ ഇവിടെ നിങ്ങളെ കാണിച്ചു തരാൻ പോകുന്നത്. ഭഗവാനെ ഓം നമ ശിവായ, ഓം നമ ശിവായ. ഓക്കെ, കുറച്ചധികം കാർഡുകൾ വന്നിട്ടുണ്ട്. നമുക്ക് നോക്കാം എന്താണെന്ന്. ഇത് പലർക്ക് അറിയേണ്ട കാര്യങ്ങളായിരിക്കാം കേട്ടോ. ഇവിടെ ഒരു കാർഡ് പറയുന്നത്, നിങ്ങള് പറ്റില്ല എന്ന് പറയേണ്ട സമയത്ത് പറ്റില്ല എന്ന് പറയാതിരുന്നത് കൊണ്ടുള്ള ബുദ്ധിമുട്ടാണ് നിങ്ങളിപ്പോ അനുഭവിക്കുന്നത് എന്ന് പറയുന്നുണ്ട്. വേറൊരു കാർഡ് പറയുന്ന, നിങ്ങൾ നിങ്ങളുടെ ഫാമിലിയെ ഇപ്പോ ശ്രദ്ധിക്കുന്നില്ല. നിങ്ങളുടെ ഇപ്പൊ എന്തിലാണോ നിങ്ങളുടെ ശ്രദ്ധ ഇരിക്കുന്നത് അതിൽ നിങ്ങൾ ഇത്രയും ഒബ്സസീവായിട്ട് ശ്രദ്ധിക്കുന്നത് കൊണ്ട് നിങ്ങൾക്ക് നിങ്ങളുടെ ഫാമിലിയെ നോക്കാനുള്ള സമയം കിട്ടുന്നില്ല എന്ന് പറയുന്നുണ്ട്. മൂന്നാമത്തെ കാർഡ് പറയുന്നത്, നിങ്ങൾ ചില കാര്യങ്ങള് അതൊക്കെ സമയമാകുമ്പോൾ നടക്കുമെന്ന് വിചാരിച്ചിരുന്ന കാര്യങ്ങൾ അത് നടക്കാനുള്ള സമയമായിട്ടുണ്ട് എന്ന് പറയുന്നുണ്ട്. പിന്നെ സ്നേഹത്തിന്, റിലേഷൻഷിപ്പിൽ പ്രശ്നങ്ങളുണ്ട് അല്ലെങ്കിൽ പുതിയൊരു ബന്ധത്തിന് വേണ്ടി കാത്തിരിക്കുകയാണെങ്കിൽ ആ ഒരു പുതിയൊരു ബന്ധം മഹാശിവരാത്രിയോട് അടുത്ത് വരാൻ ചാൻസ് ഉണ്ട്. അല്ലെങ്കിൽ നിങ്ങളുടെ ബന്ധത്തിൽ, ഇപ്പൊ ഉള്ള ബന്ധത്തില് നല്ല വ്യത്യാസങ്ങൾ വരാനുള്ള ഒരു ചാൻസ് ഉണ്ടെന്ന് പറയുന്നുണ്ട്. പിന്നെ ചിലരോട് പറയുന്നത്, നിങ്ങൾ ഇപ്പോ ശ്രദ്ധ കേന്ദ്രീകരിച്ചിരിക്കുന്ന ഈ കാര്യം ഇത് നിങ്ങൾക്ക് നാശത്തിനാണ് വരുന്നത്. കാരണം എന്താന്ന് വെച്ചാല് ഇത് വിഷമാണ്, നിങ്ങൾക്ക് നല്ലതല്ല. അപ്പൊ അത് നിങ്ങളെ പതുക്കെ കൊന്നുകൊണ്ടിരിക്കുകയാണെന്നാണ് പറയുന്നത്. അപ്പൊ അതുകൊണ്ട് അത് വേണ്ടാന്ന് വെക്കാനുള്ള ഒരു തീരുമാനം എടുക്കണം എന്ന് ഭഗവാൻ പറയുന്നുണ്ട്. പിന്നെ ഉള്ളത് കാർഡ് പറയുന്നത്, കുണ്ടലിനി യോഗ പ്രാക്ടീസ് ചെയ്യണം. നമ്മൾക്ക് എനർജി പാസേജ് കറക്റ്റ്, നമ്മളുടെ ശരീരത്തിൽ എനർജി ശരിയായിട്ട് ഡിസ്പേഴ്സ് ചെയ്ത് പോകണം പുറത്തേക്ക്. അത് ബ്ലോക്ക് ആയി കടന്നു കഴിയുമ്പോഴാണ് നമുക്ക് ശാരീരിക അസുഖങ്ങളും മാനസിക അസുഖങ്ങളും വരുന്നതെന്നാണ് പറയുന്നത്. അതുകൊണ്ടാണ് കുണ്ടലിനി യോഗ, എനർജി ഫ്ലോ ശരിയാക്കാൻ വേണ്ടിയിട്ടാണ് കുണ്ടലിനി യോഗ പ്രാക്ടീസ് ചെയ്യണമെന്ന് പറയുന്നത്. ചിലരുടെ ജീവിതത്തിൽ എന്തോ ഒരു വലിയ ചേഞ്ച് വരുന്നുണ്ട്. ആ ചേഞ്ച് നിങ്ങൾ വരാതിരിക്കാൻ മാക്സിമം നോക്കിയാലും ആ ചേഞ്ച് വന്നിരിക്കും എന്നാണ് പറയുന്നത്. പിന്നെയുള്ളത്, നിങ്ങളുടെ ജീവിതത്തിൽ ഇപ്പൊ നിങ്ങൾ ഇഷ്ടപ്പെടാതെ വിവാഹം കഴിച്ച ആള്, നിങ്ങളെ സ്നേഹിച്ച് വന്ന ആള്, പക്ഷെ നിങ്ങൾക്ക് വലിയ ഇൻട്രസ്റ്റ് ഇല്ല, എന്നാലും നിങ്ങളും ആ വ്യക്തിയുമായിട്ട് റിലേഷൻഷിപ്പിലാണെങ്കിൽ നിങ്ങൾ ആ വ്യക്തിയെ അത്ര മൈൻഡ് ചെയ്യുന്നില്ലെങ്കിൽ ആ വ്യക്തിയെ മൈൻഡ് ചെയ്യണം. കാരണം അത് നിങ്ങളുടെ സോൾമേറ്റ് കണക്ഷൻ ആണ്. അത് നിങ്ങളുടെ ജീവിതത്തിൽ വന്നു ചേരണം എന്നുള്ളത് നിങ്ങളുടെ ഡെസ്റ്റിനി അല്ലെങ്കിൽ വിധിയാണ് എന്നാണ് പറയുന്നത്. അപ്പൊ ഇത്രയും കാർഡുകളാണ് നമ്മൾ കണ്ടത് ഓറക്കൽ മെസ്സേജ് ആയിട്ട്. ഇനി നമുക്ക് ടാരോ റീഡിങ്ങിലേക്ക് പോകാം. അപ്പൊ ഞാൻ ആദ്യം നോക്കാൻ പോകുന്നത്, എന്താണ് ഇപ്പോൾ ഈ വ്യക്തിയുടെ അവസ്ഥ എന്ന കാര്യമാണ് നോക്കുന്നത്. ഭഗവാനെ ഓം നമ ശിവായ, ഓം നമ ശിവായ, ഓം നമ ശിവായ, ഓം നമ ശിവായ. ഭഗവാനെ ഓം നമ ശിവായ, ഓം നമ ശിവായ. എന്താണ് ഈ വ്യക്തിയുടെ ഇപ്പോഴത്തെ അവസ്ഥ, ഇതാണ് നമ്മൾ നോക്കുന്നത്. ഈ വ്യക്തി ഇപ്പോ ജഡ്ജ്മെന്റ് ആണ് കാണിക്കുന്നത്. ജഡ്ജ്മെന്റ് എന്ന് പറഞ്ഞാൽ ന്യായവിധി.
നമ്മളുടെ ശരിയും തെറ്റും എല്ലാം അളന്ന് നോക്കുന്ന സമയം അതാണ്. അപ്പൊ ഈ വ്യക്തി ജീവിതത്തിൽ കുറെ എല്ലാം എന്താ പറയാ, കുറെ പേര് ഉപദ്രവിച്ചു, കുറെ പേര് ഉപേക്ഷിച്ചു, കുറെ പേര് ഈ വ്യക്തി ഉപേക്ഷിച്ചു. അങ്ങനെ ജീവിതത്തിൽ പല കാര്യങ്ങളുണ്ട്. നമ്മളിലും ആ വ്യക്തിയുമുള്ള തമ്മിലുള്ള കാര്യമാണ് ചിന്തിക്കുന്നത്. ആ വ്യക്തിയും മറ്റുള്ളവരുമുള്ള കാര്യങ്ങളിൽ ചിലപ്പോൾ ആ വ്യക്തിക്കും അടി പറ്റിയിട്ടുണ്ടാവാം. എന്തായാലും ഇവിടെ ഒരു ന്യായവിധി നടക്കാൻ പോകുന്നു എന്നാണ് കാണുന്നത്. അപ്പൊ അതിൻ്റെതായ ഫലങ്ങൾ ഈ വ്യക്തിക്ക് കിട്ടുന്നുണ്ട്. ഈ വ്യക്തിക്ക് ചില കാര്യങ്ങൾ മനസ്സിലാകുന്നുണ്ട്, ചെയ്ത തെറ്റുകളെ കുറിച്ചുള്ള ബോധം വരുന്നുണ്ട്, കുറ്റബോധം വരുന്നുണ്ട്, പേടി വരുന്നുണ്ട്. ചിലപ്പോ ഈ വ്യക്തി ജീവിതത്തിന്റെ അവസാന നാളുകളിലായിരിക്കാം, ആവണമെന്നില്ല, അവസാന നാളുകളിലായിരിക്കാം, അല്ലെങ്കിൽ എന്തെങ്കിലും സീരിയസ് ആയ അസുഖങ്ങളോ എന്തെങ്കിലും അപകടങ്ങളോ ഒക്കെ പറ്റി ഇരിക്കുന്ന സമയമാവാം. ഇത് സ്കോർപിയോ സോഡിയാക് സൈൻ ആണ്. എന്തുകൊണ്ടാണ് ഈ ഒരു കാർഡ് ഇവിടെ വന്നിരിക്കുന്നത് നമുക്കൊന്ന് ക്ലാരിഫൈ ചെയ്യാം കേട്ടോ. ഓക്കെ, ഇവിടെ ഈ വ്യക്തി ശരിക്കും പറഞ്ഞു കഴിഞ്ഞാല് നമ്മളുടെ ജീവിതത്തിൽ ചിലരുടെ സ്വഭാവം ജനനം മുതലേ കൊള്ളൂല്ലാത്തായിരിക്കും. കൊള്ളൂല്ല എന്ന് പറഞ്ഞാല് അവര് റിലേഷൻഷിപ്പിന് സീരിയസ്നെസ് കൊടുക്കുന്നില്ല, അവരെ സ്നേഹിക്കുന്നവർ അവര് പുച്ഛത്തിൽ തള്ളുന്നു. അങ്ങനെയുള്ള സ്വഭാവമുള്ള ചിലരുണ്ട്. അവർക്ക് സ്നേഹത്തിന്റെ വില അറിയാത്തത് കൊണ്ടാണ്. അല്ലെങ്കിൽ അവരുടെ ഉദ്ദേശം വേറെന്തോ, പൈസ, മാക്സിമം ജീവിതം അടിച്ചു പൊളിക്കുക, ബന്ധങ്ങളൊന്നും വേണ്ട, എന്റെ കാര്യം നടക്കുക, അങ്ങനെ ചിന്തയുള്ള ചില ആളുകളുണ്ട്. ചിലര് തിരിച്ചറിവാകുന്ന പോലെ, അപ്പൊ എന്ത് തരം എനർജിയാണ് നിങ്ങളുടെ വ്യക്തി എന്ന് അറിയില്ല. എന്തായാലും ഈ വ്യക്തി ഇപ്പോ സന്തോഷിക്കേണ്ട സമയമാണെന്നാണ് പറയുന്നത്. അപ്പൊ മാരകമായ അസുഖങ്ങളൊന്നും അല്ല ഈ വ്യക്തിക്ക് ഉള്ളത് എന്നാണ് തോന്നുന്നത്. എന്താന്ന് വെച്ചാല് ഇവിടെ ഈ വ്യക്തി 10 of cups, മാക്സിമം ഹാപ്പിനെസ്സിലാണ് ഈ വ്യക്തി ഇരിക്കുന്നതെന്നാണ് പറയുന്നത്. പക്ഷെ അതങ്ങോട്ട് എൻജോയ് ചെയ്യാൻ പറ്റുന്നില്ല. അപ്പൊ എന്തൊക്കെയോ നമുക്ക് ഒരു ജ്ഞാനോദയം ഉണ്ടാവും. കുറെ തെറ്റുകളെല്ലാം ചെയ്ത് കഴിഞ്ഞ് നമ്മൾ അവിടെ ഇവിടെ ഓടി നടന്ന് ഒരു സ്ഥലത്ത് തളർന്ന് നിൽക്കുമ്പോൾ നമുക്ക് പെട്ടെന്ന് ഒരു ബോധോദയം ഉണ്ടാവുന്ന പോലെ. അപ്പൊ അങ്ങനെ ഒരു വളരെ സന്തോഷകരമായ ഒരു അവസ്ഥയിലാണ് ഈ വ്യക്തി എന്നാണ് പറയുന്നത്. 10 of cups ആണ്. ഇമോഷണലി വളരെയധികം ഹാപ്പി ആകേണ്ട ഒരു സന്ദർഭത്തിലാണ് ഈ വ്യക്തി. പക്ഷേ ഈ സന്ദർഭത്തിൽ ഈ വ്യക്തിക്ക് ഹാപ്പി ആവാൻ പറ്റുന്നില്ല. മനസ്സിലായോ? ഇവിടെ ലിയോ സോഡിയാക് സൈൻ ഉണ്ട്, സ്കോർപിയോ ഉണ്ട്. അപ്പോ സന്തോഷം അങ്ങോട്ട് എൻജോയ് ചെയ്യാൻ പറ്റുന്നില്ല. ഇത് ഞാൻ അർഹിക്കാത്ത ഒരു സന്തോഷമാണ് എന്നൊരു ചിന്ത വരുന്നുണ്ട് ഈ വ്യക്തിക്ക്. അപ്പൊ അതാണ് ബോധോദയം എന്ന് പറഞ്ഞാൽ. ചിലപ്പോ ഈ വ്യക്തി മറ്റൊരു വ്യക്തിയുടെ എന്തെങ്കിലും സാധനം തട്ടിയെടുത്തിട്ട് അതിൽ നിന്നിപ്പോ ആ വ്യക്തിയുടെ പ്രശസ്തി ഈ വ്യക്തി തട്ടിയെടുത്തിട്ടുണ്ടാവും കള്ളത്തരം വഴി. ഭാര്യയെ തട്ടിയെടുത്തിട്ടുണ്ടാവും, ഭർത്താവിനെ തട്ടിയെടുത്തിട്ടുണ്ടാവും, ഗേൾഫ്രണ്ട്, ബോയ്ഫ്രണ്ട്, കുട്ടികൾ, എന്തോ സ്വത്ത്, എന്തായാലും മറ്റുള്ളവർക്ക് അർഹതപ്പെട്ട ഒരു സാധനം ഈ വ്യക്തി വളരെയധികം പയറ്റി വഴക്കിട്ട് അല്ലെങ്കിൽ പ്രശ്നമുണ്ടാക്കി നേടിയെടുത്തു. അപ്പൊ ശരിക്കും പറഞ്ഞാൽ ഇതൊരു വളരെ സന്തോഷത്തിന്റെയും ആഹ്ലാദത്തിന്റെയും വളരെയധികം എന്താ പറയാ, ഒരു അച്ചീവ്മെന്റിന്റെ സമയമാണ്. പക്ഷെ ഈ വ്യക്തിക്ക് അത് സന്തോഷിക്കാൻ പറ്റുന്നില്ല. കാരണം ഇവിടെ ഒരു കുറ്റബോധം വന്നിട്ടുണ്ട്. അപ്പൊ എവിടെയോ എന്തോ ഒരു പ്രശ്നം, എന്തോ ഒരു തിരിച്ചറിവ് ഈ വ്യക്തിക്ക് വന്നു. ഒന്നില്ലെങ്കിൽ ആരെങ്കിലും പറഞ്ഞ് മനസ്സിലാക്കി കൊടുത്തതായിരിക്കാം, അല്ലെങ്കിൽ സ്വയം ഒരു തോന്നൽ ഉണ്ടായതായിരിക്കാം. മനസ്സിലായി? ഇത് ഞാൻ അർഹിക്കാത്ത ഒരു കാര്യമാണ്, എനിക്ക് വന്ന് കിട്ടി, ഞാനിത് അച്ചീവ് ചെയ്തു, പക്ഷെ ഞാനിത് അർഹിക്കാത്തതാണ്. അപ്പൊ ഞാനിത് മറ്റുള്ളവരിൽ നിന്ന് തട്ടിയെടുത്തതായതുകൊണ്ട് എനിക്ക് ഇതിന്റെ പണി കിട്ടില്ലേ എന്നൊരു ടെൻഷൻ ഈ വ്യക്തിയുടെ മനസ്സിൽ കയറിയിട്ടുണ്ട്. ഇങ്ങനെ ഒരു കുറ്റബോധം നമ്മളുടെ മനസ്സിൽ കയറിക്കഴിഞ്ഞാൽ പിന്നെ നമ്മളുടെ ജീവിതം തീർന്നു. കുറ്റബോധമാണ് ഗിൽറ്റാണ് മനുഷ്യനെ ഏറ്റവും പരിതാപകരമായ ഒരു അവസ്ഥയിലേക്ക് കൊണ്ടേ ആക്കുക. നമുക്ക് കുറ്റബോധം, നമ്മൾ അറിഞ്ഞ് ഒരു കുറ്റബോധം തോന്നാതിരിക്കുന്നത്, കാരണം അറിവില്ലായ്മ കൊണ്ടുള്ള തെറ്റുകളാണ്, അത് പിന്നെയും പുറത്തു തരും. പക്ഷെ അറിവ് വന്നു കഴിഞ്ഞാല് പിന്നെ അതിന് പ്രായശ്ചിത്തം ചെയ്തില്ലെങ്കിൽ ജീവിതം നശിച്ചു പോകും, ജീവിക്കാൻ പറ്റില്ല നമുക്ക്. പിന്നെ മാനസിക പ്രശ്നങ്ങളായി, ശാരീരിക പ്രശ്നങ്ങളായി, എനർജി ബ്ലോക്കായി, അങ്ങനെ ജീവിതം നരകമായി മാറും. അങ്ങനെ ഒരു അവസ്ഥയിലാണ് നിങ്ങളുടെ ഈ വ്യക്തി. അപ്പോ ഇനി എന്താണ്? അപ്പൊ ഒരവസ്ഥയിലാണ് ഈ വ്യക്തി, തിരിച്ചറിവായിട്ടുണ്ട്, കുറ്റബോധം വന്നിട്ടുണ്ട്. ഇനിയും തീർന്നോ? ഇനി എന്താണ് ഈ വ്യക്തിയുടെ ജീവിതത്തിലേക്ക് വരുന്നത്? നിങ്ങളോട് ചെയ്ത തെറ്റിന്റെ
തെറ്റിനുള്ള ഫലങ്ങളാണ് ഈ വ്യക്തിയുടെ ജീവിതത്തിൽ കാണുന്നത് കേട്ടോ. അപ്പൊ ഇനി എന്താണ് വരുന്നത്? ഈ വ്യക്തി നട്ട് നനച്ച് വളരെ ശ്രദ്ധയോടുകൂടി വളർത്തി കൊണ്ടുവന്ന ഈ വ്യക്തിയുടെ ജീവിതം. അപ്പൊ ഈ വ്യക്തി വളരെ ഹാപ്പിയാണ്, മാരീഡ് ആണ്, കുട്ടികളുണ്ട്, ഭാര്യ ഭർത്താവ് ആരാണാവോ, ഇഷ്ടംപോലെ സ്വത്തുണ്ട്, പണമുണ്ട്, പേരുണ്ട്, പ്രശസ്തിയുണ്ട്. ഇതെല്ലാം ഈ വ്യക്തി അധ്വാനിച്ച് ചിലപ്പോൾ മറ്റുള്ളവരെ പറ്റിച്ച് ഈ വ്യക്തിക്ക് അർഹതയില്ലാത്ത ഒരു കാര്യം നേടിയെടുത്തതാണെന്ന് നമ്മളിവിടെ കണ്ടു. അതിന്റെ കുറ്റബോധം തുടങ്ങി. അപ്പൊ ഈ വ്യക്തി വളരെ കഷ്ടപ്പെട്ട് നല്ല സ്വാർത്ഥത കൊണ്ട് വാരിക്കൂട്ടിയ എല്ലാ ബന്ധങ്ങളും സ്വത്തും പണവും എല്ലാം വളരെ കാൽക്കുലേറ്റീവായി വളർത്തി കൊണ്ടുവന്ന പല കാര്യങ്ങളും ഈ വ്യക്തിക്ക് നഷ്ടപ്പെട്ടു പോകാനുള്ള സമയം വരുന്നുണ്ട്. നൈറ്റ് ഓഫ് കപ്സും ചാരിറ്റും റിവേഴ്സ് ആണ്. ഇത് മൂന്നും അപ്രൈറ്റ് ആണെങ്കിൽ ഇത് രണ്ടും റിവേഴ്സ് ആണ്. വ്യക്തിയുടെ ജീവിതം ഇനി മുമ്പോട്ട് പോകുമ്പോൾ സ്റ്റക്കായിട്ട് നിൽക്കും. ഇതിൽ നിന്ന് മുമ്പോട്ട് പോകാൻ പറ്റില്ല. കാരണം ഒരു തിരിച്ചറിവായി, കുറ്റബോധം മനസ്സിൽ വന്നു. ഇനി വ്യക്തി കുറ്റബോധത്തിൽ നിന്ന് നമ്മള് ജലത്തിലിറങ്ങി കുളിച്ച് അഴുക്ക് മുഴുവൻ തേച്ച് കഴുകി നമ്മൾ ഇറങ്ങാത്തത്രയും സമയം ആ അഴുക്ക് നമ്മളുടെ മേത്തിരിക്കുമ്പോൾ നമുക്കൊരു ഫീലിങ്സ് ഇല്ലേ, ഒട്ടുന്ന ഫീലിങ്സ്, അയ്യോ 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 എന്നുള്ളൊരു ഫീലിങ്സ്. അതുകൊണ്ടാണ് ഈ വ്യക്തി ജീവിക്കാൻ പോകുന്നത്. അപ്പൊ എത്ര കാലം ഈ വ്യക്തി മറ്റുള്ളവരോട് ക്ഷമ ചോദിക്കാതിരിക്കുകയും ഈ മറ്റുള്ളവർക്ക് അർഹതപ്പെട്ട കാര്യങ്ങൾ തിരിച്ചു കൊടുക്കാതിരിക്കുകയും, ചിലപ്പോ നമ്മളടുത്ത് കടം വാങ്ങിച്ച് മുങ്ങിക്കളയുന്ന ആളുകളുണ്ട്. സ്നേഹം അഭിനയിച്ച് വന്നിട്ട് നമ്മളുടെ അടുത്ത് ഷുഗർ കോട്ട് എന്നുള്ള പഞ്ചാര വാക്കുകൾ പറഞ്ഞിട്ട് നമ്മളുടെ അടുത്ത് സാധനങ്ങൾ, നമ്മളുടെ സ്വർണമായാലും പണമായാലും പല കാര്യങ്ങളും ഇപ്പൊ തരാം എന്ന് പറഞ്ഞ് നമ്മളുടെ അടുത്ത് നേടിയെടുത്തിട്ട് പിന്നെ തിരിഞ്ഞു നോക്കാതെ അതുകൊണ്ട് ഓടി മറഞ്ഞ ആളുകൾ. അങ്ങനെയുള്ള ഒരാളാണ് ഈ വ്യക്തി എന്നാണ് പറയുന്നത്. എന്തൊക്കെയോ നിങ്ങളുടെ അടുത്ത് നിന്ന് കൊണ്ടുപോയിട്ടുണ്ട് ഈ വ്യക്തി. അപ്പൊ ഇത് ആരും ആയിക്കോട്ടെ, നിങ്ങളുടെ ബോയ് ഫ്രണ്ട്, ഗേൾ ഫ്രണ്ട്, ഹസ്ബൻഡ്, വൈഫ്, മക്കള്, അച്ഛൻ, അമ്മ, ബ്രദർ, സിസ്റ്റേഴ്സ്, ഫ്രണ്ട്സ്, കൊളീഗ്സ്, ആരും, അയൽക്കാർ, ആരും ആയിക്കോട്ടെ, മനസ്സിലായി, ആ വ്യക്തി ആരാണാവോ നിങ്ങളുടെ മനസ്സിലുള്ള ആ വ്യക്തി സന്തോഷത്തിലല്ല. ആ വ്യക്തിയുടെ ജീവിതം ഇപ്പൊ പുറമേന്ന് നോക്കുമ്പോ കുറച്ച് നമുക്ക് അതങ്ങ് മനസ്സിലാവുന്നില്ല. അപ്പൊ ആ ഒരു സമയം ഇപ്പം ബോധം വന്നു തെറ്റ് ചെയ്തെന്ന് അതിന് ഒരു പ്രായശ്ചിത്തവും ചെയ്യാതെ അത് കണ്ണടച്ച് ഇരുട്ടാക്കിയാലും കുഴപ്പമില്ല, ആര് കാണാനാ എന്ന് പറഞ്ഞിട്ട് നമ്മൾ ചെയ്യുന്ന ഓരോ കാര്യവും നമ്മൾ കണ്ണടച്ച് ഇരുട്ടാക്കിയാലും നമ്മളുടെ മനസാക്ഷി ഇതെല്ലാം കാണുന്നുണ്ട്. തിരിച്ചറിയും, മനസാക്ഷി ദൈവമാണ്. അപ്പൊ മനസാക്ഷിയെ മറച്ചുകൊണ്ട് നമുക്ക് ഒന്നും ചെയ്യാൻ പറ്റില്ല. പുറത്തുനിന്ന് ഒരാൾക്ക് കാണാൻ പറ്റില്ല. ദൈവം ചിലപ്പോൾ നമ്മളുടെ കാര്യങ്ങൾ ശ്രദ്ധിക്കുന്നുണ്ടാവില്ല. എത്ര 100 കാര്യങ്ങളുണ്ട്. പക്ഷെ നമ്മളുടെ മനസാക്ഷി ഇതിനെല്ലാം കണക്ക് വെക്കും നമ്മൾ ചെയ്ത. അപ്പൊ ഇടയ്ക്ക് നമ്മളുടെ മനസ്സിൽ നിന്ന് ഇങ്ങനെ പറഞ്ഞുകൊണ്ടിരിക്കും, ചെയ്ത് തെറ്റായിപ്പോയി. ആദ്യമൊക്കെ നമ്മൾ ആരറിയാനോ, പക്ഷെ നിങ്ങൾ തന്നെ അറിയുന്നുണ്ട്. എത്ര നിങ്ങൾ മറച്ചു വെച്ചാലും അത് നിങ്ങൾ തന്നെ അറിയുന്ന കാര്യമാകുമ്പോൾ ഒരിക്കൽ അത് നിങ്ങൾക്ക് വലിയ പണിയായിട്ട് മാറും. അപ്പൊ ആ ഒരു അവസ്ഥയാണ് നിങ്ങളുടെ നിങ്ങൾ ആരാണോ ദ്രോഹിച്ചിട്ടുള്ളത് ആ വ്യക്തിയുടെ ജീവിതത്തിൽ വരുന്നത്. ഇനി കുറച്ചുകൂടെ കഴിയുമ്പോൾ ഈ വ്യക്തി ജീവിതം, ആ വ്യക്തിയുടെ ശാരീരിക അസ്വസ്ഥതകൾ തുടങ്ങും, മാനസിക അസ്വസ്ഥതകൾ തുടങ്ങും, ബന്ധുക്കൾ അകന്നു പോവും, വീട്ടുകാരകന്നു പോവും. ആർക്കു വേണ്ടിയാണോ ഈ വ്യക്തി ഇതെല്ലാം നേടിയെടുത്തത് അവരെല്ലാം അകന്നു പോകും. വളരെയധികം കഷ്ടപ്പാടിലേക്കാണ് ജീവിതം വഴിമുട്ടും ഈ വ്യക്തി. അതാണ് ചാരിയറ്റ് എന്ന് വളരെ സ്പീഡിൽ മൂവ് ചെയ്യുന്ന ഒരു എനർജിയാണ് അത്. പക്ഷെ തിരിച്ചാണ് വന്നിട്ട് അപ്പം സ്റ്റക്ക് ആവും. കുറച്ചും കൂടെ കഴിയുമ്പോൾ ഈ വ്യക്തിയുടെ ജീവിതം വഴിമുട്ടും. വേറൊരു വഴിയുമില്ല. ചെയ്ത തെറ്റുകൾ ഫേസ് ചെയ്യേണ്ടി വരും. നമ്മൾ എത്ര നാൾ ഒളിച്ചോടും? എവിടം വരെ ഓടും? ഒരു പരിധിയുണ്ട് അല്ലെ? അപ്പൊ അത് കഴിഞ്ഞാല് അവിടെ നിൽക്കുക, പിന്നെ തിരിഞ്ഞു നോക്കേണ്ടി വരും. അല്ലെങ്കിൽ അവിടെ ഇരുന്ന് അവിടെ കിടന്ന് പോകും ജീവിതം. പക്ഷെ അതിലും ഭേദം ഫേസ് ചെയ്യുക നമ്മൾ ചെയ്ത തെറ്റുകളിൽ. അങ്ങനെ ഒരു അവസ്ഥയിലേക്കാണ് ഈ വ്യക്തി വരാൻ പോകുന്നത്. വ്യക്തി നിങ്ങളോട് വന്ന് മാപ്പ് പറയുന്നു. അതാണ് നമുക്ക് അറിയേണ്ടത്. നിങ്ങളുടെ അടുത്ത് വന്ന് യെസ് പറയും. ഈ വ്യക്തി അവസാനം ഈ ചിലര് ഈ എന്താ പറയാ സമയദോഷം, എന്തുകൊണ്ടാണ് സമയദോഷം? ഒന്നും ആകുന്നില്ല. അപ്പോ പൂർവജന്മ ശാപങ്ങൾ എന്ന് പറയും. മനസ്സിലായോ? പൂർവജന്മ ശാപങ്ങൾ എന്ന് കാണുമ്പോ നമ്മൾ ആദ്യം തന്നെ പറയാ പൂർവജന്മ ശാപങ്ങൾ എന്നാണ്. പക്ഷേ പൂർവജന്മ ശാപങ്ങൾ എന്ന് നമ്മൾ കണ്ണടച്ച് പറയുന്നതാണ്. ഈ ജന്മത്തിലെ ശാപങ്ങള് എപ്പോ തീർക്കും?
അല്ലെ? അപ്പോ ഈ ജന്മത്തിലെ ശാപങ്ങളാണ് നമ്മളെ ഈ ജന്മത്തില് നരകിപ്പിക്കുന്നത്. അത് നമ്മൾ മനസ്സിലാക്കുക. അപ്പൊ ഈ വ്യക്തി അത് മനസ്സിലാക്കി, വ്യക്തി മേ ബി ഒരു സമയം നോക്കാനൊക്കെ പോവുമായിരിക്കും. ആരെങ്കിലും ഒക്കെ പറഞ്ഞൊരു നല്ലൊരു ജ്യോതിഷനെ പോയി കാണുകയോ എന്തെങ്കിലും ചെയ്യുമ്പോൾ അവിടെ കർമ്മദോഷമാണെന്ന് പറയും. അപ്പൊ കർമ്മദോഷമാണെന്ന് പറയുമ്പോൾ പൊതുവെ ഇത്തിരി ലൈറ്റ് ആയിട്ട് പൂർവ്വജന്മം എന്നാണ് പറയുക. പക്ഷെ നമ്മൾ മനസ്സിലാക്കണം, ഇത് പൂർവ്വജന്മത്തിലെ അല്ല, ഈ ജന്മത്തില് നമ്മൾ ചെയ്ത് കൂട്ടിയതാണെന്ന്. അപ്പൊ ഈ വ്യക്തിക്ക് അത് മനസ്സിലാകും. ആ വ്യക്തി പിന്നെ നിങ്ങളെ അന്വേഷിക്കാൻ തുടങ്ങും. കാരണം ഓരോരുത്തരോടും ചെയ്ത തെറ്റുകൾക്ക് ഏറ്റു പറഞ്ഞ് കടം തീർക്കണം. അതിന് അന്വേഷിച്ച് നടക്കും. നിങ്ങളെയും ഈ വ്യക്തി അന്വേഷിക്കും, കണ്ടെത്തുകയും ചെയ്യും. അപ്പൊ നിങ്ങളുമായിട്ട് വളരെ അകന്നിപ്പോ കോണ്ടാക്ട് ഒന്നും ഇല്ല, കുറെ നാളുകളായി, നിങ്ങൾ ഓർക്കുന്നുണ്ട് ഈ വ്യക്തിയെ. ഈ വ്യക്തി ചിലപ്പോൾ നിങ്ങളെ പലരിൽ ഒരുവനായിട്ടോ ആയിരിക്കും ആലോചിക്കുന്നത്. എന്തായാലും ഈ വ്യക്തിക്ക് ഒരു തിരിച്ചറിവ് വരും. ഈ വ്യക്തി നിങ്ങളുടെ അടുത്ത് വരും മാപ്പ് പറയാൻ വേണ്ടിയിട്ട് എന്നാണ് പറയുന്നത്. ചിലപ്പോ ഒരു 2 വർഷം എടുക്കുമായിരിക്കാം കേട്ടോ. യെസ് എന്നാണ് പറഞ്ഞത്. ഈ വ്യക്തി നിങ്ങളുടെ അടുത്ത് വന്ന് മാപ്പ് പറയും. അതിനു മുമ്പേ ഈ വ്യക്തിയുടെ ജീവിതം മുഴുവനായിട്ടും നഷ്ടമാവും. ഈ വ്യക്തിക്ക് ബന്ധുക്കളും എല്ലാവരും അകന്നുപോയി. ഒരാളും ഈ വ്യക്തിയെ തിരിഞ്ഞു നോക്കാത്ത ഒരു അവസ്ഥയിൽ, അത്രയും ശാപം ഈ വ്യക്തിയുടെ പ്രാക്ക്, അത്രയും പ്രാക്ക് മറ്റുള്ളവരുടെ ഈ വ്യക്തിയുടെ ജീവിതത്തിലുണ്ട്. മനസ്സിലായി? നമ്മളെ ചുറ്റും നോക്കിയാൽ നമുക്ക് അറിയാൻ പറ്റും. ഞാനൊരു എക്സാമ്പിൾ പറയാം. ഒരു പരിചയത്തിൽ ഒരാള് അയാളുടെ ഭാര്യയും ഒരു മകനും, അവര് അപ്പോ അവരുടെ തറവാട്ടിലാണ് ജീവിക്കുന്നത്. തറവാട് വിൽക്കുമ്പോൾ അതിൽ ഒരു ഓഹരി എല്ലാവർക്കും പോകും. എല്ലാവരും ആവശ്യക്കാരാണ്, എല്ലാവർക്കും പോകണം. അച്ഛനും അമ്മയും മരിച്ചപ്പോ ഇവരത് വിറ്റിട്ട് ഈ വ്യക്തിയോട് ഭാര്യ പറഞ്ഞു ആർക്കും കൊടുക്കണ്ടാന്ന്. ആർക്കും കൊടുത്തില്ല. മകനാണുള്ളത്. മകന്റെ വിദ്യാഭ്യാസത്തിന് വേണ്ടി നമുക്ക് ഇത് മാറ്റി വെക്കാന്ന് പറഞ്ഞു. അതങ്ങനെ പറഞ്ഞു, ആർക്കും കൊടുത്തില്ല. അതിനിടയ്ക്ക് കുറെ പേര്, അവരുടെ ബന്ധുക്കള്, ബ്രദേഴ്സ് സിസ്റ്റേഴ്സ് ഒക്കെ മരിച്ചു, പല അവസ്ഥകളിൽ മരിച്ചു. അത് കഴിഞ്ഞിട്ട് ഇവരുടെ ഫാമിലിയിൽ ആ സ്ത്രീക്കാണ് മാരകമായ അസുഖം വന്ന് വളരെ വേദനിച്ച് അവര് മരിക്കുന്നു. അത് കഴിഞ്ഞ് ഭർത്താവ് അതേപോലെ അസുഖം വന്ന് ആ വ്യക്തി മരിക്കുന്നു. മനസ്സിലായി? ഇപ്പൊ ആ മകൻ മാത്രമേ ഉള്ളൂ. അപ്പോ നമ്മള് മറ്റുള്ളവർക്ക് അർഹതപ്പെട്ട എന്ത് സാധനവും നമ്മൾ മേടിച്ചു കഴിഞ്ഞാല് അത് നമ്മൾക്ക് മരുന്നിന് കൊടുക്കാൻ മാത്രമേ പറ്റുള്ളൂ. പക്ഷെ എത്രത്തോളം ആഴമുള്ള ശാപമാണ് നമ്മൾക്ക് വരുന്നതെന്ന് അതനുസരിച്ചാണ് നമ്മൾക്ക് ജീവിതം മുമ്പോട്ടുണ്ടോ, നമ്മൾ എന്തൊക്കെ അനുഭവിക്കണം എന്ന കാര്യം അവിടെയാണ് തീരുമാനിക്കപ്പെടുന്നത്. അപ്പൊ നമ്മൾ അത് എപ്പോഴും ശ്രദ്ധിക്കുക. ഈ വ്യക്തിയുടെ ജീവിതം അങ്ങനെ ഒരു അവസ്ഥയിലേക്കാണ് പോകുന്നത്. ഇപ്പോഴും ആ വ്യക്തിക്ക് കുറ്റബോധമുണ്ടെങ്കിലും അതിനൊരു ആക്ഷൻ എടുക്കാൻ ഈ വ്യക്തി തയ്യാറായിട്ടില്ല കേട്ടോ. അപ്പൊ പയ്യെ അതിന് ആക്ഷൻ എല്ലാം എടുക്കും. നിങ്ങളുടെ അടുത്ത് വന്ന് തെറ്റേറ്റു പറയുന്നത്. സ്കോർപിയോ, ലിയോ, ക്യാൻസർ, ഇത്രയും സോഡിയക് സൈനാണ് ഇവിടെ കണ്ടത്. അപ്പൊ ഇതോടുകൂടി ഞാൻ ഇന്നത്തെ റീഡിംഗ് ഇവിടെ വെച്ച് അവസാനിപ്പിക്കുകയാണ്. ഇതുവരെ എന്റെ റീഡിംഗ് കണ്ടുകൊണ്ടിരുന്ന എല്ലാവർക്കും വളരെയധികം നന്ദി. എല്ലാവർക്കും ഭഗവാൻ സന്തോഷവും സമാധാനവും സമൃദ്ധിയും ആയുരാരോഗ്യ സൗഖ്യവും അനുഗ്രഹിച്ചു തരാൻ ഇടയാകട്ടെ എന്ന് ആശംസിക്കുന്നു. വീണ്ടും ഒരു റീഡിംഗുമായിട്ട് വരാം. എല്ലാവരും സേഫ് ആയിട്ടിരിക്കുക. ടേക്ക് കെയർ.